പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ 2 ദിവസം മുൻപാണല്ലോ ഈ അടിമാലിയിൽ ഒരു ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അതിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതല്ലേ. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമൊക്കെ നടന്നു. അതിനുശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാൻ പറ്റിയതും പരിക്കേറ്റ സന്ധ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുമൊക്കെ. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കൊക്കെ വലിയ സങ്കടമായിരുന്നു. സന്ധ്യയുടെ ഈ വിഷയമൊക്കെ നമുക്ക് വലിയ സങ്കടമായിരുന്നു. ഒപ്പം തന്നെ സന്ധ്യ ഈ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിലുമായിരുന്നു, രാജഗിരി ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഈ മണ്ണിടിച്ചിലിൽ ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചു മാറ്റി എന്നാണ്. രക്തയോട്ടം നിലച്ചത് കിഡ്നിയെ ബാധിക്കാതിരിക്കാനാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. കാലിന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടന്നതാണ്. സെയ്ഫ് നിസ അലിയാർ വിവരങ്ങളുമായി ചേരുന്നു. സെയ്ഫ്, ഗുഡ് മോർണിംഗ്. സങ്കടകരമാണ് ഈ വാർത്ത. ഈ സന്ധ്യയ്ക്ക് മറ്റ് ആപത്തുകളൊന്നും പറ്റില്ല, പക്ഷേ കാലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ പരിക്ക് ശസ്ത്രക്രിയയിലൂടെ പൂർണ്ണമായും ഭേദമാകുമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ കാല് മുറിച്ചു മാറ്റിയിരിക്കുന്നു അല്ലേ? സേതുലക്ഷ്മി, സങ്കടകരമായ വാർത്തയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാർ ചിലപ്പോൾ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകും എന്ന ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡോക്ടർമാർ. സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചു മാറ്റിയിരിക്കുന്നു. ഇടതുകാൽ സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇടതുകാലിലെ എല്ലുകളും ഒപ്പം തന്നെ മസിലുകളും ഞരമ്പുകളും എല്ലാം തന്നെ ഈ വലിയ കോൺക്രീറ്റ് പാളി കാലിലേക്ക് വന്ന് വീണ് ചതഞ്ഞരഞ്ഞു പോയിരുന്നു. ഈ വീടിന്റെ വലിയൊരു ഭാഗം തന്നെ ഈ സന്ധ്യയുടെ ഇടതുകാലിലേക്കാണ് വന്ന് പതിക്കുകയും ചെയ്തത്. മുട്ടിന് താഴോട്ട് എല്ലുകളും രക്തക്കുഴലുകളും എല്ലാം തന്നെ പല പീസുകളായി ചതഞ്ഞു പോയിരിക്കുന്ന, മുറിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. 8 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ ഡോക്ടർമാർ ഇത് തുന്നിച്ചേർക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ഈ രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് ഈ വൃക്കയിലേക്ക് അടക്കം ഉള്ള പ്രവർത്തനം ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. രക്തത്തിന്റെ നിറം അന്ന് തന്നെ മാറി തുടങ്ങിയിരുന്നു. ഈ യൂറിന്റെ നിറം അന്ന് തന്നെ മാറി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു, എത്രത്തോളം മുന്നോട്ട് പോകും, ഈ കാല് സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ മറ്റ് അവയവങ്ങളെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ഈ ആശങ്കകൾക്കൊടുവിലാണ് ഇപ്പോൾ കാല് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. കാല് മുറിച്ചു മാറ്റിയത് ശരിക്കും തിങ്കളാഴ്ച വൈകിട്ടാണ് മുറിച്ചു മാറ്റിയത്. പക്ഷേ കുടുംബത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. കാരണം അച്ഛൻ മരിച്ചു, സഹോദരൻ 1 വർഷം മുന്നേ മരിച്ചു. അതുകൊണ്ട് തന്നെ സന്ധ്യയുടെ മകളുടെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ച് തൽക്കാലം വാർത്ത പുറത്തുവിടരുത് എന്നുള്ളത് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ച ആശുപത്രി അധികൃതർ ഇക്കാര്യം പുറത്തുവിടുകയും ചെയ്തിരുന്നില്ല. എങ്കിലും ഇപ്പോൾ ഇടതുകാൽ മുറിച്ചു മാറ്റി എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. ആ വാർത്ത ഒരു ദുഃഖകരമായ വാർത്തയാണ്. എങ്കിൽ പോലും ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിൻ ആശുപത്രിയിലെത്തി സന്ധ്യയുടെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ കുടുംബത്തിനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യം കൂടിയുണ്ട് സേതുലക്ഷ്മി. നിശ്ചയമായിട്ടും സേഫു, അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു സങ്കടകരമായ കാര്യമല്ലേ. നമുക്ക് സന്ധ്യ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് വലുതായി ആഗ്രഹിച്ചിരുന്നു. സന്ധ്യ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, പക്ഷേ എങ്കിലും ഗുരുതരമായി പരിക്കേറ്റ കാല് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത.